നമസ്കാരം. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവി നമഃ. ഇന്നത്തെ വീഡിയോയിൽ ആഷാഢ നവരാത്രിയെക്കുറിച്ചാണ് പറയുന്നത്. ആഷാഢ നവരാത്രി എന്നാൽ വരാഹിയമ്മയുടെ ദിവസമാണ്. അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ 9 ദിവസം. ആഷാഢ നവരാത്രിയെക്കുറിച്ച് നിറയെ ഡൗട്ട് ചോദിച്ച് മെസ്സേജായിട്ടും കോളായിട്ടും എനിക്ക് വന്നിരുന്നു. അതിനാലെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആഷാഢ നവരാത്രി എപ്പോൾ തുടങ്ങി എപ്പോൾ തീരുമെന്നും കൂടെ ആഷാഢ നവരാത്രിയിൽ മാലയിടുന്നതിനെ പറ്റിയുമാണ് പറയുന്നത്. വരാഹി അമ്മയ്ക്ക് ആഷാഢ നവരാത്രിയിൽ മാലയിടുന്നതിന് എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്ന് നമുക്ക് നോക്കാം. കാരണം നിറയെ പേർക്ക് ഇത് അറിയില്ല. തഞ്ചാവൂരിലെ വരാഹി അമ്മയുടെ ക്ഷേത്രത്തിലാണ് സാധാരണ ഇത് ചെയ്തു വരാറുള്ളത്. നമുക്ക് അവിടെ പോകാൻ പറ്റാത്തതിനാൽ അടുത്തുള്ള വരാഹി ക്ഷേത്രത്തിലോ അതല്ല വീട്ടിൽ പൂജാമുറിയിലോ വെച്ച് മാല ഇടാവുന്നതാണ്. ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനും പറയാം, അതും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. മാല ഇടുന്നവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ ആഷാഢ നവരാത്രി വ്രതമെടുക്കുന്നവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ആഷാഢ നവരാത്രി എപ്പോൾ തുടങ്ങുന്നു എന്ന് നോക്കാം. അത് ഫസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. 6/7/2024 തുടങ്ങി 15/7/2024 തീരും. അതായത് 6-ാം തീയതി ശനിയാഴ്ച തുടങ്ങി 15-ാം തീയതി തിങ്കളാഴ്ച തീരും. നോക്കുന്നവർക്ക് 9 ദിവസമാണോ 10 ദിവസമാണോ എന്ന് ഡൗട്ട് വരും. ഇത് നോക്കുമ്പോൾ 10 ദിവസം കണക്ക് വരുന്നത് പോലെ ഉണ്ടല്ലോ. ഏതാണ് കറക്റ്റ് എന്ന് നോക്കിയാൽ ഫസ്റ്റ് ഡേ, അതായത് ഏതൊരു പൂജ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ഫസ്റ്റ് ഡേ ഗണപതി പൂജ ചെയ്തിട്ടാണ്. ആഷാഢ നവരാത്രി എന്ന 10 നാൾ കണക്ക് വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഡേ പിള്ളയാർക്ക് ഗണപതി ഭഗവാന് നൈവേദ്യം വെച്ച് പൂജ ചെയ്തിട്ടാണ് ആഷാഢ നവരാത്രി തുടങ്ങുന്നത് തന്നെ. ആദ്യത്തെ ഫസ്റ്റ് ഡേ ചേർക്കുന്നതിനാലെയാണ് 10 ദിവസം കണക്കാക്കുന്നത്. അതിനാൽ അതിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. ആഷാഢ നവരാത്രി 9 ദിവസം നോക്കിയാൽ വരാഹി അമ്മയുടെ ദിവസങ്ങളാണ്, അമ്മയുടെ മാത്രം ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വരാഹി അമ്മയോട് എന്ത് പ്രാർത്ഥിച്ചാലും മനസ്സുരുകി കേട്ടാലും അത് വരമായിട്ട് അമ്മ നൽകുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരും വേദന അനുഭവിക്കുന്നവരും പണത്താൽ ബുദ്ധിമുട്ടുന്നവരും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരും എല്ലാവർക്കും ഈ ദിവസങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്താവുന്നതാണ്. അറിയാവുന്നവരാരും ഒരിക്കലും ഈ ദിവസങ്ങൾ മിസ് ചെയ്യില്ല. ദാറ്റ് മീൻസ് വരലക്ഷ്മി പൂജ നടത്തുമ്പോഴും വ്രതമെടുക്കുമ്പോഴും ആഷാഢ നവരാത്രി, തൈപ്പൂയം ഇങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം എടുത്തു നോക്കിയാൽ കമ്പൽസറി ആയിട്ട് വ്രതമിരുന്ന് അമ്മയ്ക്ക് എന്ന് മാത്രമല്ല ഏത് ദൈവത്തിന് വേണ്ടി നമ്മൾ ദൈവത്തോട് വേണ്ടി പ്രാർത്ഥിച്ച് ഓരോ പ്രാർത്ഥനയും വയ്ക്കുന്നതാണ്. അത് ഒട്ടുമുക്കാൽ ആൾക്കാരും ചെയ്യുന്നതാണ്. അത് അടുത്ത വർഷത്തിനുള്ളിൽ ജീവിതത്തിൽ നിറവേറി കിട്ടുമെന്നാണ്. അത് കമ്പൽസറി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഏത് വിഷയത്തിൽ മസ്റ്റായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയം നടന്നേ തീരൂ, നമുക്കിത് കിട്ടണം എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ അമ്മയോട് പ്രാർത്ഥിച്ചാൽ അത് അമ്മ നടത്തി തരുന്നതാണ്. അതിനാൽ എല്ലാവരും ഈ ദിവസം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ആയതിനാൽ ഒട്ടുമുക്കാൽ പേരും ഈ നാളുകൾ മിസ് ചെയ്യാറില്ല. ഇപ്പോൾ ആഷാഢ നവരാത്രി നിങ്ങൾ വ്രതം ഇരിക്കുന്നത് മാതിരി ഇരുന്നാൽ രാവിലെയും വൈകിട്ടും ഏത് സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് നോക്കാം. ചിലർ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്, 3:45 മുതൽ 5:30 വരെയുള്ള സമയത്ത്. അതല്ലെങ്കിൽ നല്ല സമയം കാര്യസിദ്ധി സമയത്ത് നോക്കി പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെ 7:50-നും 8:30-നും ഇടയ്ക്കുള്ളതാണ് നല്ല സമയം. ഈ സമയത്തും രാവിലെ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ രാവിലെ ചെയ്യാൻ പറ്റാത്തവർ വൈകിട്ട്, എന്നാൽ 6 മണിക്ക് മേലെ എപ്പോൾ വേണമെങ്കിലും 6 മണി തൊട്ട് 12 മണി വരെയുള്ള സമയത്ത് അമ്മയ്ക്ക് വേണ്ടി പൂജ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. രാത്രി നേരത്ത് പൂജ
പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് വരാഹിയമ്മയ്ക്ക് സ്പെഷ്യലെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. വൈകുന്നേരം 6 മണിക്ക് ചെയ്യുന്നവർ സമയം നോക്കേണ്ട ആവശ്യമേ ഇല്ല. എപ്പോൾ വേണേലും 12 മണിക്കുള്ളിൽ ചെയ്യാവുന്നതാണ്. ഇതാണ് ടൈമിങ്സ്. നിങ്ങൾക്ക് എപ്പോഴാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങളുടെ ടൈം നോക്കിയിട്ട് ചെയ്യുക. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനും കഴിവിനും അനുസരിച്ച് ഈ വഴിപാട് ചെയ്യാറുണ്ട്. കലശം വച്ച് ചെയ്യുന്നവരുണ്ട്. കലശം ഒന്നും വയ്ക്കാതെ അതിനുള്ള ഒരു ചുറ്റുപാടില്ലാത്തതിനാൽ ദീപ വഴിപാട് മാത്രം ചെയ്യുന്നവരും ഉണ്ട്. ഫോട്ടോ, വിഗ്രഹം ഇതെല്ലാം ഉള്ളവരാണെങ്കിൽ അമ്മയ്ക്ക് ആദ്യത്തെ ദിവസമേ അഭിഷേകം ചെയ്തിട്ട് 9 ദിവസങ്ങളിലും 9 വെറൈറ്റി അമ്മയ്ക്ക് അലങ്കാരം ചെയ്യാവുന്നതാണ്. വീട്ടിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർ എപ്പോഴും പോലെ അമ്മയ്ക്ക് ദീപം വച്ചിട്ട് ഇഷ്ടപ്പെട്ടത് എല്ലാം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. മുന്നേ പറഞ്ഞതുപോലെ കലശം വെച്ച് പ്രാർത്ഥിക്കാം. പക്ഷേ കലശം വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. പറ്റില്ലാച്ചാൽ ഒരു ദീപം വെച്ച് വഴിപാട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വയ്ക്കാം. അമ്മയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മധുരക്കിഴങ്ങ്, പിന്നെ മരിച്ചീനിക്കിഴങ്ങ്, ഉഴുന്നുവട, വെൺപൊങ്കൽ എല്ലാം അമ്മയ്ക്ക് ഇഷ്ടമാണ്. വെറൈറ്റി റൈസും ചെയ്ത് വയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് അമ്മയ്ക്ക് നിവേദ്യം വയ്ക്കുക. ഏതെല്ലാം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് അത് വെച്ച് കേൾക്കുമ്പോൾ അത് കുറച്ചുകൂടെ സന്തോഷത്തോടെ അമ്മ നമുക്ക് നൽകുന്നതാണ്. നിങ്ങൾക്ക് ഏത് പറ്റുമോ 9 ദിവസങ്ങളിലും ഡെയിലി ചെയ്ത് അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡെയിലി ഒരു പഴം വെച്ചിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ ഒരു ശക്തിയാർന്ന മന്ത്രമുണ്ട്. ഈ മന്ത്രം 9 ദിവസവും നല്ല സമയം നോക്കി നിങ്ങൾ എപ്പോഴാണോ പൂജ ചെയ്യുന്നത് ആ സമയത്ത് 108 തവണ ചൊല്ലാവുന്നതാണ്. മന്ത്രം ഇതാണ്: ആഷാഢ പഞ്ചമി പൂജനപ്രിയായൈ നമഃ. ആഷാഢ പഞ്ചമി പൂജനപ്രിയായൈ നമഃ. കലശം വെച്ചാലും ശരി, ദീപം വെച്ചാലും ശരി, ഈ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്താൽ അത് കുങ്കുമാർച്ചന ആയാലും ഏലക്ക വെച്ച് ചെയ്യുന്ന അർച്ചനയായാലും അതിൻ്റെ ബെനിഫിറ്റ് വളരെ വലുതാണ്. അമ്മയ്ക്ക് ഏലക്ക എന്നാൽ ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണ്. ലക്ഷ്മി കടാക്ഷമുള്ള ഒരു വസ്തുവാണ് ഏലക്ക. 9 ദിവസങ്ങളിലും ഡെയിലി നിങ്ങൾ ഏതെങ്കിലും ഒരു അർച്ചന ചെയ്യുക. ദീപവും വയ്ക്കണം. ആഷാഢ നവരാത്രി എന്നത് ചെയ്യുമ്പോൾ 9 ദിവസങ്ങളിലും കമ്പൽസറി ആയിട്ട് ദീപം വയ്ക്കണം. ഇപ്പോൾ 9 ദിവസം പറ്റാത്തവർ ഇടയിൽ പീരീഡ്സ് ആകുമ്പോൾ എന്ത് ചെയ്യണമെന്നാൽ 9 നാളിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുക. അതേ ഫലം തന്നെ കിട്ടും. മെയിൻലി പഞ്ചമി ദിവസം അത് മിസ് ചെയ്യരുത്. അതല്ലെങ്കിൽ അഷ്ടമി ദിവസം, ഈ 2 ദിവസം ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക. ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ദിവസമാണ് പഞ്ചമി ദിവസവും അഷ്ടമി ദിവസവും. ഒരിക്കലും മിസ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ചെയ്യാവുന്നതാണ്. 9 ദിവസത്തിനും ഏത് ഫലം കിട്ടുന്നുവോ അതേ ഫലം തന്നെയാണ് ഈ ഒരു ദിവസം പ്രാർത്ഥിച്ചാലും നിശ്ചയമായും കിട്ടുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ പീരീഡ്സ് ടൈം ആയി ഡേറ്റ് അറിയാമല്ലോ. ആ ഡേറ്റ് അത് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് പറ്റില്ലാച്ചാൽ വീട്ടിൽ വേറെ ആരോടെങ്കിലും ചെയ്യാൻ പറയാം. അതുപോലെ വേറൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾ നോർമൽ ദീപം വയ്ക്കാതെ ആഷാഢ നവരാത്രിക്ക് വരാഹി അമ്മയ്ക്കെന്നേ ഒരു ദീപം വയ്ക്കുക. അത് മാത്രമല്ല വഴിപാടിന്, അതായത് 9 ദീപം വയ്ക്കണം വഴിപാടിനായിട്ട്. ഈ 9 ദീപം നോർമലി വയ്ക്കാതെ ഒരു അമ്മയ്ക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തു വെച്ചിട്ട് വയ്ക്കുക. ഇപ്പോൾ വെള്ളത്താമര, അതായത് വൈറ്റ് ലോട്ടസ്, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവാണ്. അത് വാങ്ങിയിട്ട് അതിൻ്റെ മേലെ മൺചിരാത് വെച്ച് വിളക്ക് വയ്ക്കാവുന്നതാണ്. 9 താമരയുടെ മേലെ 9 വിളക്ക് വയ്ക്കണം. ഈ ദീപം വച്ചാൽ നമ്മൾ എന്ത് കേട്ടാലും അമ്മ അത് നമുക്ക് ചെയ്തു തരുന്നതാണ്. അത് ഒരു വാരാഹി ഐതിഹ്യമാണ്. അതിനാൽ നിങ്ങളുടെ നാട്ടിൽ ഈ വൈറ്റ് ലോട്ടസ് കിട്ടുമെങ്കിൽ അത് വാങ്ങി വെച്ച് ചെയ്യുക. ഡെയിലി 9 ദീപം വെക്കണമല്ലോ, പറ്റിയാൽ ചെയ്യുക.
അതല്ല 9 താമരപ്പൂവ് കിട്ടിയില്ല, ഒരു താമരപ്പൂവേ കിട്ടിയുള്ളൂ എങ്കിൽ ആ ഒരു താമരപ്പൂവിൻ്റെ മേലെ ഒരു ദീപം വയ്ക്കാവുന്നതാണ്. പിന്നെ അതല്ല, ഇതളുകൾ എടുത്തിട്ട് 9 ഇതളിൻ്റെ മേലെയും വയ്ക്കാവുന്നതാണ്. അത് നിങ്ങളുടെ കൺവീനിയൻ്റ് എന്താണോ അതുപോലെ ചെയ്യുക. പിന്നെ താമരപ്പൂവ് എന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഏതാണോ കയ്യിൽ കിട്ടുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ്. താമരപ്പൂ തന്നെ വേണമെന്നില്ല. ഇല്ലാത്ത നാട്ടിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യൻ വേണ്ട. നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് വെച്ച് ചെയ്യാവുന്നതാണ്. കാരണം വരാഹിയമ്മയെ ഏതൊരു ദൈവത്തിനെ സംബന്ധിച്ച വിഷയത്തിലും എനിക്ക് ഇതിരുന്നാലേ ചെയ്യാവൂ, അയ്യോ ഇതില്ല എനിക്ക് അതിനാൽ വഴിപാട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അത് വെച്ചിട്ട് എനിക്കിതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് നല്ല മനസ്സോടെ ഞാനിത് ചെയ്യുന്നു, അമ്മ അത് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞ് ചെയ്യുക. അതിൽ ഒരു തെറ്റുമില്ല. മനസ്സെന്ത് പറയുന്നുവോ അതുപോലെ ചെയ്യുക. ശുദ്ധ മനസ്സോടുകൂടി അത് ചെയ്യുക. അത്രയേ വേണ്ടുള്ളൂ. അതുവേ പോതും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത് മാലയിടുന്നവർക്കുള്ള ഇൻഫർമേഷൻ പറയാം. നിങ്ങൾ വരാഹി അമ്മയ്ക്ക് മാല ഇടുന്നതായിട്ടിരുന്നാൽ അതിന് വേണ്ട തിങ്സ് എന്താച്ചാൽ പച്ച കളറിലെ സാരി, പച്ച കളറിലെ മാല എന്നിവയാണ് വേണ്ടത്. ഈ ഇൻഫർമേഷന് തഞ്ചാവൂരിൽ നിന്നാണ് ലഭിച്ചത്. തഞ്ചാവൂരിലാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ആരും ഇത് ചെയ്യുന്നില്ല. കാരണം ആർക്കും ഇത് അറിയില്ല എന്നതാണ്. എക്സാക്റ്റ് പറഞ്ഞാൽ ആഷാഢ നവരാത്രി ടൈമിൽ കോവിലിൽ പോയി അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഒരു പച്ച കളറ് പ്ലെയിൻ സാരി, പിന്നെ പച്ച കളറ് കുപ്പിവളകൾ, പിന്നെ പച്ച കളറിലുള്ള മാല എന്നിവ നമുക്ക് ധരിക്കാവുന്നതാണ്. ഇത് കടയിൽ കേട്ട് വാങ്ങിയാൽ മതി. ഇതാണ് മാല ഇടുന്നതിനുള്ള പ്രൊസീജിയർ. മാല ഇടണമെന്നാൽ ഇപ്പോൾ 9 ദിവസങ്ങളാണല്ലോ ഉള്ളത്. ആദ്യത്തെ ദിവസം വേണമെങ്കിലും ഇടാം, അല്ല 3 ദിവസം വേണമെങ്കിലും ഇടാം, ഇതല്ല 9 ദിവസം കണ്ടിന്യൂസ് വേണമെങ്കിലും ഇടാം. അത് ഇടയ്ക്കുള്ള ദിവസം വേണമെങ്കിലും ഇടാം. അത് നമ്മൾ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ദിവസം നോക്കിയിട്ട് ചെയ്യുക. രാവിലെ മാലയിട്ട് വൈകിട്ട് ഊരാവുന്നതാണ്. ഏത് പറ്റുന്നുവോ അത് ചെയ്യുക. എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നത് രാവിലെ പാലും പഴവും കഴിച്ച് വൈകിട്ട് വാഴയിലയിൽ ആഹാരം കഴിക്കുക. എന്നിട്ട് രാത്രി പൂജയ്ക്ക് ശേഷം മാല ഊരാവുന്നതാണ്. ഇങ്ങനെയാണ് തഞ്ചാവൂരിൽ ചെയ്യുന്നത്. മാല ഇടുമ്പോൾ ഈ മാല നിങ്ങൾ പച്ച പശുവിൻ പാലിൽ, അതായത് ചൂടാക്കാത്ത പച്ച പശുവിൻ പാലിൽ ശുദ്ധിയാക്കിയിട്ട് വേണം ഇടാനായിട്ട്. അതേമാതിരി തന്നെ മാല ഊരുമ്പോഴും ഈ പച്ച പശുവിൻ പാലിൽ കഴുകി വൃത്തിയാക്കി വേണം എടുത്ത് മാറ്റി വയ്ക്കാൻ. ഇതാണ് പ്രൊസീജിയർ. പിന്നെ പച്ച കുപ്പിവളകൾ എന്നത് മസ്റ്റല്ല, പക്ഷേ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കുപ്പിവളകൾ. അതുകൊണ്ട് അതും എടുക്കാവുന്നതാണ്. പിന്നെ കലശം വയ്ക്കുന്നവരാണെങ്കിൽ തേങ്ങ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സ്വീറ്റ് ചെയ്ത് വയ്ക്കുക. ഓരോ മാതിരി കലശമുണ്ട്, അത് നിങ്ങൾക്ക് ഏത് പറ്റുന്നോ അത് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് 9 ദിവസങ്ങളിലും നോൺ വെജ് വീട്ടിൽ കയറ്റാനേ പാടില്ല. ഇത് നിങ്ങൾ കെയർഫുള്ളായിട്ട് ഇരിക്കുക. ഇതാണ് മെത്തേഡ്. മനസ്സിൽ എന്ത് വെച്ച് മനസ്സുരുകി അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അമ്മ നിറഞ്ഞ മനസ്സോടെ അത് നിങ്ങൾക്ക് തരുന്നതാണ്. അമ്മയോട് പറയുക, അമ്മയുടെ പാദത്തിൽ ശരണമടയുക, അമ്മയെ തുണ, അമ്മ വിചാരിച്ചാലേ രക്ഷിക്കാൻ പറ്റുമെന്ന് അമ്മയുടെ കൈകാൽ പിടിച്ച് മനസ്സുരുകി അമ്മയോട് ചോദിക്കുക. അത് മാത്രം മതി. അമ്മ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, അമ്മയെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അമ്മയിൽ കണ്ണ് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള വിശ്വാസത്തോടെ അമ്മയെ പ്രാർത്ഥിക്കുക. അമ്മയ്ക്കേ അത് പറ്റൂ, അമ്മയെ അത് ചെയ്തു തരൂ എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. അമ്മ അത് ചെയ്തു തരുന്നതാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. 100% വിശ്വാസത്തിൽ അമ്മയോട് പറയുക. ആ സത്യസന്ധത മനസ്സിലാക്കി അമ്മ ഇറങ്ങി വന്ന് മിന്നൽ വേഗത്തിൽ വന്ന് ഇത്രയും എന്നെ വിശ്വസിച്ച് ചെയ്യുന്ന എൻ്റെ ഭക്തനെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല എന്ന മനസ്സോടെ നമുക്ക് എല്ലാം ചെയ്തു തരുന്നതാണ്. അതിനാൽ എപ്പോഴും നമ്മൾ ദൈവത്തോട്, അത് വരാഹിയമ്മയായാലും ശരി, ഏതൊരു ദൈവം ആയാലും ശരി, സംശയം എന്നൊന്നില്ലാതെ മുഴുവിശ്വാസത്തോടെ ചോദിക്കുക.
ഒരു ചെറിയ വിഷയമായാലും വിശ്വാസത്തോടെ ചെയ്യുക. മനസ്സൊരുക്കി മനസ്സാലെ പ്രാർത്ഥിക്കൂ. വരാഹിയമ്മയുടെ ആഷാഢ നവരാത്രി എന്നത് നമുക്ക് കിട്ടുന്ന ഒരു വരമാണ്. എന്ത് കേട്ടാലും അത് അമ്മ നടത്തിത്തരും. അമ്മയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞവർക്ക് അത് തീർച്ചയായും അറിയാം. ഈ ദിവസങ്ങൾ മിസ് ചെയ്യാതെ ഉപയോഗപ്പെടുത്തൂ. വിശ്വാസത്തോടെ ചെയ്യുക. ആഷാഢ നവരാത്രിയെക്കുറിച്ച് എല്ലാ ഡൗട്ടുകളും മാറിയെന്ന് കരുതുന്നു. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഇരിക്കുകയാണെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പക്കത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.